നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, City Tower, City Wear, City Shoes, Ankamali and Cochin Kalapavan, Ankamali franchise. RSS നേതാക്കളെ കണ്ടത് DGP പദവിക്ക് വേണ്ടി. DGPയുടെ റിപ്പോർട്ടിൽ ADGP അജിത് കുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങൾ. RSS നേതാക്കളുമായുള്ള ADGP MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള DGPയുടെ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങൾ. RSS നേതാക്കളെ കണ്ടത് DGP പദവിക്ക് വേണ്ടിയാകാമെന്ന് സംശയമെന്നും റിപ്പോർട്ട്. കൂടിക്കാഴ്ചയിൽ ദുരൂഹത ഉണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട്ടുകാർ വരട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടെന്ന് ഒരു വിഭാഗം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം. പാലക്കാട്ടുകാർ വരട്ടെ എന്നാണ് അഭിപ്രായം. രാഹുലിന് മണ്ഡലത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാകില്ലെന്ന വിമർശനം. എതിർപ്പ് മറികടന്ന് സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രതിഷേധമുയർത്താനാണ് തീരുമാനം. ഡോക്ടർ പി സരിനോ, VT ബൽറാമോ സ്ഥാനാർത്ഥി ആകുന്നതിൽ വിയോജിപ്പില്ലെന്നൊരു വിഭാഗം വ്യക്തമാക്കുന്നു. അതേസമയം VD സതീശന്റെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലിനാണ്. K മുരളീധരൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഡോക്ടർ പി സരിൻ എന്നിവരാണ് കോൺഗ്രസിന്റെ പട്ടികയിലുള്ളത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. വിവാദം, പ്രതിപക്ഷം തൃപ്തരല്ല. PR വിവാദവും മലപ്പുറം പരാമർശവും നിയമസഭയിൽ ഉന്നയിക്കും. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ PR ഏജൻസി വിവാദവും മലപ്പുറം പരാമർശവും ഉന്നയിക്കുവാൻ പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായി സണ്ണി ജോസഫ് MLA വിഷയം ഉന്നയിക്കും. ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടിയിലും പ്രതിപക്ഷം തൃപ്തരല്ല. ഇന്നു മുതൽ വീണ്ടും ചേരുന്ന നിയമസഭയിൽ വിവാദങ്ങളിൽ മറുപടി പറയുവാൻ സർക്കാർ വിയർക്കും. കുളൂർ പാലത്തിൽ ആഡംബര കാർ അപകടത്തിൽപ്പെട്ടു. പ്രമുഖ വ്യവസായി പുഴയിലേക്ക് ചാടിയെന്ന് സംശയം. കയറ്റുമതി വ്യവസായിയായ BM മുംതാസ് അലിയെ മംഗളൂരു കുളൂർ പാലത്തിന് സമീപം കാണാതായതിനെ തുടർന്ന് തിരച്ചിൽ വ്യാപിപ്പിച്ചു. കോൺഗ്രസ് മുൻ MLA മൊഹീദ്ദീൻ ഭാവയുടെയും ജനതാദൾ മുൻ MLC BM ഫാറൂഖിന്റെയും സഹോദരനാണ്. ഇന്നലെ പുലർച്ചെ 5ഓടെ ദേശീയപാത 66-ലെ കുളൂർ പാലത്തിന് മുകളിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ ഇദ്ദേഹത്തിന്റെ ആഡംബര കാർ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പനമ്പൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ബലാത്സംഗ കേസ്, സിദ്ദിഖ് എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാക്കും. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. രാവിലെ 11:30 തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെത്താനാണ് നോട്ടീസ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഒന്നിലധികം ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ചില പരിശോധനകൾക്ക് വിധേയമാകണം എന്നുമാണ് പോലീസിന്റെ വാദം. ചോദ്യം ചെയ്യൽ നാളെയും തുടർന്നേക്കും. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി.
കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തിരുവനന്തപുരം മൃഗശാലയിലെ അനാക്കോണ്ട ദിൽ അനക്കമറ്റു. 49 കിലോ ഭാരവും 3.9 മീറ്റർ നീളവും. മൃഗശാലയിലെ 2 ഗ്രീൻ അനാക്കോണ്ടകളിൽ ഒന്ന് ചത്തു. 13 വയസ്സുള്ള ആൺ അനാക്കോണ്ട ദില്ലാണ് ചത്തത്. വാലിനോട് ചേർന്ന് മുഴയുണ്ടായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വ്യാഴം വൈകിട്ടോടെ അവശനിലയിലായ പാമ്പിന് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. സാധാരണ 10 വയസ്സുവരെ ജീവിക്കുന്ന അനാക്കോണ്ട മൃഗശാല പോലുള്ള ഇടങ്ങളിൽ പ്രത്യേക പരിചരണം ലഭിച്ചാൽ കൂടുതൽ കാലം ജീവിക്കും. ശബരിമല സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കൽ പ്രതിഷേധം ശക്തമായേക്കും. മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുവാൻ സാധ്യത. ഓൺലൈനായി ബുക്ക് ചെയ്യുവാൻ കഴിയാത്ത തീർത്ഥാടകരെ പുതിയ തീരുമാനം ദോഷകരമായി ബാധിക്കും എന്നാണ് വിലയിരുത്തൽ. തീർത്ഥാടകർക്ക് ദർശനത്തിന് അവസരം നിഷേധിക്കപ്പെട്ടാൽ വ്യാപകമായ പരാതികൾക്ക് ഇടയാക്കും. വിവിധ ഭക്തസംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുവാൻ സാധ്യത. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനത്തേക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുവാൻ സാധ്യത. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് മഴ കനത്തേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും എന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. ചുരുങ്ങിയ ചിലവിൽ പുരപ്പുറങ്ങൾ ഇനി ഊർജ്ജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇനിയെന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.